ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബ്രൗണിയുടെ ഒരു റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ കേക്ക് പോലെ അത്രയും സോഫ്റ്റ് അല്ല. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാന് ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് അതിലോട്ടും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഒരു 1/4 കപ്പ് ബട്ടർ കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും, ഈ ബട്ടറും ഡാർക്ക് കോമ്പൗണ്ടും നമുക്ക് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം കേട്ടോ. എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് ഒരു ടെക്സ്റ്ററിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കണക്കിന് ഉരുകി വരും. ഞാനിപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചൂടായപ്പോൾ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണക്കിന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. എങ്കിലേ നമുക്ക് ബ്രൗണി ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് അല്പം ഒന്ന് ചൂട് മാറി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ആദ്യം ഒന്ന് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇതവിടെ ഇരുന്നോട്ടെ. ഒരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിന് ഹാൻഡ് വിക്സ് മാത്രം മതി, ഒരു വിസ്ക് മാത്രം മതി കേട്ടോ. അതിൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയും ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഒരു 2 രൂപയുടെ പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു കണക്കിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഹാൻഡ് വിക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ അല്പം ഒന്ന് തണുത്ത നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതായത് ബട്ടറും ചോക്ലേറ്റും കൂടെ ചേർത്ത് ഉരുക്കിയത്, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഈ 2 മുട്ടയുടേത് ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു കണക്കാണ് നമുക്ക് വരേണ്ടത്. റെസിപ്പി കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സ്പാച്ചിലുകൊണ്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു റെക്റ്റാങ്കുലറായിട്ടുള്ള ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നിലാണ് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കേക്ക് പോലെ അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല ബ്രൗണി, അതെന്ന് വെച്ചാൽ അത്രയും ഫ്ലഫി ഒന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ഒന്ന് ഓവനിൽ വെച്ച് ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്കാണ് നമുക്ക് ബ്രൗണി ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് സൈഡൊന്ന് വെടിവെച്ച് നമുക്കൊന്ന് ഡീമോൾഡ് എടുക്കാം കേട്ടോ. അപ്പം ഞാനൊന്ന് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബട്ടർ പേപ്പർ പതിയൊന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ബ്രൗണി ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് സ്ക്വയർ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് ആ ടെക്സ്ചർ മനസ്സിലായി, മേളിൽ ഒരു ക്രസ്റ്റ് പോലെയൊക്കെ ഇരിക്കും. ഇങ്ങനെയാണ് ബ്രൗണിയുടെ രൂപത്തിലിരിക്കുന്നത്. അപ്പോൾ ഈ കളറും നമുക്ക് വേണം. ഈ കളർ ആയതുകൊണ്ടാണ് അതിനെ ബ്രൗണി തന്നെ പേര് വന്നത്. അപ്പം ഫ്രണ്ട് കണ്ടല്ലോ, അതിൻ്റെ ടോപ്പൊക്കെ നല്ല ക്രസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.